ഷാനവാസ് ഒന്ന് എണീറ്റ് നിൽക്കോ. നിങ്ങൾ 3 പേരും കൂടെ ഒരു ഗൂഢാലോചന നടത്തി ആർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ ബാത്റൂമിന്റെ അവിടെ വെച്ച് 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് ഇത്രയും കാലം നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുന്ന ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ്. കുറേ കാര്യങ്ങൾ പുറത്തു വന്നു, കുറേ കാര്യങ്ങൾ ലാലേട്ടൻ മുഖത്ത് നോക്കി ചോദിച്ചു. എന്നാൽ അതുപോലെ ദേഷ്യവും വെറുപ്പും തോന്നിയ ഒരു കണ്ടസ്റ്റൻറ്റിനെയും കൂടെ എനിക്ക് കാണാൻ പറ്റി. അപ്പം എന്താ പറയുക, എന്തായിരുന്നു നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ഇന്നലത്തെ എപ്പിസോഡ്? ഇപ്പം നിങ്ങൾ പറയുന്ന എൻ്റെ അനീഷ് PR ആയിട്ടുള്ള അമിയ ദസ് എന്നാണല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത്. താങ്ക് യു. അനീഷേട്ടന് കിട്ടേണ്ട വധം അനീഷേട്ടനും കിട്ടിയിട്ടുണ്ട്, ഷാനവാസിന് കിട്ടേണ്ട വധം ഷാനവാസിനും കിട്ടിയിട്ടുണ്ട്, എന്നാൽ ആദിലയ്ക്കും നൂറയ്ക്കും സൈഡായിട്ട് കൊടുക്കേണ്ട കുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു. സോ ആ എപ്പിസോഡിലെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമുക്ക് കാണാം. ഗെയിം കുളമാക്കിയതാണ്, ആ ഗെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവരെ എനിക്കെന്തോ ട്രാപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഞാൻ ഇതിനു മുമ്പ് സീക്രട്ട് ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾ എല്ലാവരോടും പറയും ഒരു ഗെയിം കളിക്കും, അത് തന്നെ ഒരു സീക്രട്ടിനെ പൊളിക്കല്ലേ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ എല്ല് കണ്ടു, അപ്പൊ ആ ഗെയിം പൊളിഞ്ഞു പോയില്ലേ. ഞാനും ഇന്ന് വരെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. കുറെ റീൽസും കട്ട്സും ഷോർട്സും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിന്റെ ഗെയിം എങ്ങനെയാണ്, ഗെയിം പ്ലാൻ എങ്ങനെയാണ്, എങ്ങനെ കളിക്കുക ഒന്നും എനിക്കറിയില്ല. ഇത്രയും ദിവസമായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല അവിടെ വന്ന്. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് വന്ന ഒരു എപ്പിസോഡായിരുന്നു ബിഗ് ബോസിൻ്റെ. ആദ്യം ലാലേട്ടൻ തുടങ്ങിയത് തന്നെ ഈ ഗെയിം നശിപ്പിച്ചതിൻ്റെയാണ്. ഈ ഷാനവാസ് ഫാൻസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കാണിച്ചത് വളരെ വൃത്തികെട്ട ഗെയിമാണ്. എനിക്ക് പൊതുവേ ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടമല്ല. പക്ഷെ കഴിഞ്ഞ 2 വീക്കായിട്ട് ആര്യൻ നല്ല അടിപൊളിയായിട്ട് അതിൽ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ അത്ര മനോഹരമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വിളിച്ചു കൊണ്ടുവന്ന് ഓരോ ടാസ്കുകളും അടിപൊളിയായി ചെയ്യുന്നതിനിടയിൽ ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയി നശിപ്പിച്ചത്. കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോയി നശിപ്പിച്ചത്. എല്ലാവരുടെ അടുത്തും ചെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് സീക്രട്ട് ടാസ്ക് ഞാൻ നോക്കുന്ന ഒരു സാധനമാണ്. ലക്ഷ്മി വന്ന് നിന്ന് പറയുന്നുണ്ട് എൻ്റെ മകനാണേ സത്യം സീക്രട്ട് ടാസ്ക്കാണ്. അത് കേൾക്കുമ്പോഴെങ്കിലും ഷാനവാസിന് വിശ്വസിക്കായിരുന്നു. കാരണം ഷാനവാസിന് ഒരു മോളുണ്ടല്ലോ, അതിനെ പിടിച്ച് സത്യം ഇട്ടിട്ട് പോലും വിശ്വസിക്കാണ്ട് മനഃപൂർവ്വം ആ ഗെയിമിന് അവിടെ കൊണ്ടുപോയി. അത് നശിപ്പിച്ച് കഴിയുമ്പോൾ ഇവൻ്റെ ഒരു അഹങ്കാരം കൂടെ കാണുമ്പോഴാണ് നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു ദേഷ്യം വരിക. അതുപോലെ തന്നെ ഷാനവാസിന് തീരെ ഒരു റെസ്പെക്റ്റ് ഇല്ല. ലാലേട്ടനോടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു റെസ്പെക്റ്റ് പോലും ഇല്ലാണ്ടാണ് ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ താങ്ക് യു. ആരാ ഈ ഷാനവാസ്? എവിടെയാ ലാലേട്ടൻ്റെ ഒന്ന് അടുത്ത് പോയി നിൽക്കാനുള്ള ഒരു ഗതി പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. സീരിയസ്ലി ഷാനവാസ് ആ പൊസിഷനിൽ നിന്നൊരു വ്യക്തി താൻ ചെയ്ത മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്യുമ്പോൾ ഹറി ബറിയ. ഷാനവാസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷാനവാസിൻ്റെ കുറ്റങ്ങൾ മറ്റൊരാൾ നോട്ട് ചെയ്ത് പറയുന്നത്. അത് പറയുമ്പോഴേക്ക് ഷാനവാസ് അങ്ങോട്ട് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. ഒരാൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, സോറി പറയുക. ഇപ്പം നിങ്ങളെക്കാൾ കൂടുതൽ അതിൽ ലാലേട്ടൻ റോസ്റ്റ് ചെയ്തിട്ടുള്ളത് അനീഷിനെയാണ്. അനീഷ് എന്തെങ്കിലുമൊക്കെ കാര്യം എതിർത്ത് പറഞ്ഞോ? അനീഷിനറിയാം എൻ്റെ ഭാഗത്ത് തെറ്റാ. സോ ഞാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ, മിണ്ടാണ്ട് വായടച്ച് നിൽക്കുക. അനീഷ് നിങ്ങളെടുത്താണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തിരിച്ച് വാദിക്കും. ലാലേട്ടൻ്റെ അടുത്ത് ആ മനുഷ്യൻ ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ്. അത് ഷാനവാസിനില്ല. ഷാനവാസ് 2 പെങ്ങളുകുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ അങ്ങ് നടക്കുക. അപ്പോൾ ഷാനവാസിൻ്റെ വിചാരം എന്താണ്, ഈ ലെസ്ബിയൻ ഈ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ടും കൂടെ ഷാനവാസിന് കിട്ടുന്ന. പക്ഷെ താങ്കളുടെ ഈ അറഗൻ സ്വഭാവം, സ്ത്രീകളുടെ നേരെയുള്ള ഈ റെസ്പെക്റ്റ് ഇല്ലായ്മ കാരണം തന്നെ താങ്കൾക്ക് ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. വീട്ടിലെ ഭാര്യേനെയും മക്കളെയും വിളിക്കാത്ത പേരുകളാണ് ബിഗ് ബോസ് എപ്പിസോഡിൽ വന്നിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നത്. എന്ത് വൃത്തികെട്ട ആളാ. ഇന്നലത്തെ ഒരു ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ അറഗൻ ഹി ഈസ്. പുള്ളി ഇപ്പോഴും ഏതോ ഒരു സിനിമയിലെ വില്ലൻ്റെ റോള് കളിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഫ്രണ്ട്ഷിപ്പിന് തീരെ വില കൊടുക്കാത്ത ഒരാൾ. ഞാൻ പറയാണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ്, എല്ലാവരും നിരന്ന് നിൽക്കുമ്പോൾ ആരെ സേവ് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അനീഷ് വേഗം ഷാനവാസിൻ്റെ പേര് പറഞ്ഞു, ഷാനവാസ് വേഗം അനുമോളെ പേര് പറഞ്ഞു. ഒരു വിലയും ഇല്ലാത്തൊരു ഫ്രണ്ട്. ഇവനൊക്കെ സപ്പോർട്ട് ചെയ്ത് കിടക്കുന്ന അനീഷ് ഈയാണ് ഏറ്റവും വലിയ പൊട്ടൻ. ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ സംബന്ധിച്ച് ഒരു ഐ ഓപ്പണിങ് എപ്പിസോഡാണ്. ഇനിയെങ്കിലും ഷാനവാസിനെ താങ്ങി നടക്കുന്ന സ്വഭാവം നിർത്തും. പക്ഷെ അനീഷിനെ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആളങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് അധികം പേരെ എടുക്കാത്തൊരു വ്യക്തിയാണ്. ബട്ട് വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കളയാനും ആൾക്ക് പാടാം. എനിക്ക് തീർച്ചയായിട്ടും ഷാനവാസിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്.
ഷാനവാസ് ഉണ്ടോ അനീഷിനെ? തീർച്ചയായും ആണോ? അനീഷിന് ഭയങ്കര ഇഷ്ടമാണോ? ഇന്നില്ലായ്മ ടു ഇറ്റ് എക്സ്ട്രീം ലെവലാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണിക്കുന്നത്. ആരെ സേവ് ചെയ്യണം, ആര് ഫ്രണ്ടോട്ട് നിൽക്കണം എന്ന എൻ്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ അനീഷ് പറയുന്ന റിപ്ലൈ നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ഷാനവാസ്. എന്നാൽ ഷാനവാസിൻ്റെ മറുപടി ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ചോദിക്കുകയാണ്, ഇതിലൊരാളെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരുടെ പേര് പറയും? എന്താ കാര്യം? അല്ല എന്താ അനീഷിനെ പറയാത്ത? ഇത്ര സ്നേഹമുള്ള അയ്യോ സോറി, ഞാൻ അനീഷിനെ കണ്ടില്ല, അതുകൊണ്ട് അതെന്താ എനിക്ക് മനസ്സിലായി. അതായത് ഉള്ളിന്റെ ഉള്ളിൽ ദിസ് ഈസ് വോട്ട് ഷാനവാസ്. എടോ, ഒരു 2 മിനിറ്റ് മുമ്പ് തന്നെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിനെ ഒന്നും അല്ലാണ്ടാക്കുക. എന്തോ എൻ്റെ അമ്മ, ഈ വ്യക്തിനോട് കുറച്ചെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു. അത് ഡേ ബൈ ഡേ ഹെയ്റ്റായി ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ട് നിൽക്കുക. ആദില നൂറയ്ക്ക് PR ഉണ്ടെന്ന് ആരാ പറഞ്ഞ? അനീഷ്, ഞാൻ കൊളാബറേഷന്റെ കാര്യമാണ് പറഞ്ഞത്. കൊളാബറേഷൻ എന്താണ്? ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചാൽ കൊളാബറേഷൻ അത് നല്ല വാക്കാണ്. എന്താ ഒരു ഭയങ്കര കൊളാബറേഷൻ എന്നൊക്കെ നമ്മൾ തമാശക്ക് അറിയാം. എന്താണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ? ഇവരിടുന്ന ഡ്രസ്സ് മുഴുവൻ വേറെ ആരോ ഇവർക്ക് ഏതോ ഒരു ആളുകൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അത് ഇപ്പൊ മാത്രമല്ല, ഇത് പല ഒരുപാട് ബിഗ് ബോസിലെല്ലാം കൊടുക്കാറുണ്ട്. അതിനെന്താ കുഴപ്പം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കിട്ടാറില്ലേ? എല്ലാ സാധനവും എനിക്ക് ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചത്. അത് വേറൊരു കൊളാബറേഷൻ ആണ്. കൊളാബറേഷൻ ആണ് മോനെ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് മാത്രം കൊളാബറേഷൻ അല്ല, വേറൊരു സ്ഥലത്ത് നിന്ന് വരുന്ന കൊളാബറേഷൻ ആണോ? സാർ, അത് ഞാൻ പൈസ കൊടുത്തിട്ടാണ്. അല്ല ആയിക്കോട്ടെ, അത് നിങ്ങൾ ഭയങ്കര സൗകര്യമുള്ള ഒരാളായതുകൊണ്ടായിരിക്കും, അവർ പാവങ്ങളായതുകൊണ്ടായിരിക്കും. എന്താണ് പിന്നെ ഈ ഒരു പീസ് ഞാൻ ഇടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പീസിൽ എനിക്ക് ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ഓവറോളായി നോക്കുകയാണെങ്കിൽ ഒരു അനീഷ് വധം എപ്പിസോഡ് കൂടെ ഷാനവാസ് വധം എന്ന രീതിയിലാണ് തോന്നിയത്. ഷാനവാസിനെ വധിക്കേണ്ട സാധനങ്ങൾ ഷാനവാസ് അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അനീഷിൻ്റെ ചില സിറ്റുവേഷൻസിലുള്ള ഒരു വധങ്ങൾ എനിക്ക് വലിയ ഡൈജസ്റ്റ് ആയില്ല. വോട്ട് ഇസ് PR, വോട്ട് ഇസ് കൊളാബറേഷൻ? കൊളാബറേഷൻ എന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ആ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തരും. അതിനെയാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുക. അനീഷ് അവിടെ ചെയ്തത്, അനീഷ് ആ കടയിൽ പോയി ഷർട്ട് വാങ്ങി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ കടേനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഈ ബൊട്ടീക്കുകാർ ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ പേജിലിടുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു ഷോപ്പിനെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അനീഷിന് എന്ത് കൊളാബറേഷനാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ആൻഡ് ഇന്നലത്തെ ഒരു ഓവറോൾ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് ടീമുകാർ കുറച്ച് അനീഷിനെ ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ PR എന്ന് പറയുന്നത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് അനുമോൾ റിലേറ്റ് ചെയ്തിട്ടാണ്. അനുമോളുടെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്, അനുമോളുടെ എമൗണ്ടാണ്. അതൊന്നും പറയാണ്ട് എവിടെയോ ഉള്ള അനീഷിനെ പോയി പിടിച്ചുകൊണ്ട് അനീഷിൻ്റെ PR പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് വന്ന ഫസ്റ്റ് ഡൗട്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അവിടെ ബാക്കിയുള്ള PRകളുടെ ടോപ്പിക്ക് വന്നപ്പോൾ സൈലൻറ്റും, അനീഷിൻ്റെ PRൻ്റെ ടോപ്പിക്ക് വന്ന സമയത്ത് അത് ഒരു 10-15 മിനിറ്റ് അവിടെ കയറി പറയേണ്ട ഒരാവശ്യം എന്തായിരുന്നു എന്നൊരു ഡൗട്ട് സെക്കൻഡ് തിങ് എനിക്ക് വന്നു. തേർഡ് തിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ജയിൽ നോമിനേഷൻ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ മാത്രമാണ് ഒരു 24/7 ജയിലിലോട്ട് വരുന്നത്. ഇപ്പോൾ ഈ കറൻ്റ്ലി 2 മാസം കൊണ്ട് തന്നെ 3-4 തവണയോ ജയിലിൽ കടന്നിട്ടുണ്ട്. അതിൽ ഇനിയും ഡിസേർവിങ് ആയിട്ടുള്ള, ഇനിയും കടക്കേണ്ടതായ വ്യക്തികൾ ഉണ്ടായിട്ട് അതിനെ പറ്റിയൊന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനീഷിന് നേരെ ഉണ്ടാകുന്ന പല അറ്റാക്കുകളും പല ബാഡ് വേർഡ്സുകളും പല വയലൻസ് പരമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ഡിസ്കഷൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വോട്ടേഴ്സ് ബിഗ് ബോസ് എനിക്ക് മനസ്സിലായത്, പുറമേയുള്ള ജനങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിന് ഓപ്പോസിറ്റ് ആവുന്ന രീതിയിൽ ഒരു ഇമോഷൻ കൊടുത്ത് ആ വ്യക്തിനെ ഡിഫൈം ചെയ്ത് ഔട്ടാക്കാനുള്ളൊരു കളിയാണോ? എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, കണ്ടറിയാം. സോ ബൈ.